ആമസോൺ FBA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമസോൺ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസാണ്. ഇവിടെ നമ്മൾ സാധാരണ രീതിയിൽ പ്രൊഡക്ട്സ് സെല് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള പ്രൊഡക്ട്സ് എല്ലാം ആമസോണിൻ്റെ പ്ലാറ്റ്ഫോമിൽ ലിസ്റ്റ് ചെയ്യും. അതിന് ഓർഡേഴ്സ് വരുന്നതിനനുസരിച്ച് നിങ്ങൾ തന്നെ ആ ഒരു പ്രൊഡക്റ്റ് എടുത്ത് ബോക്സ് ചെയ്ത് അത് ലേബൽ ചെയ്ത് റെഡിയാക്കി വെക്കും. ഒന്നല്ലെങ്കിൽ ആമസോണിൻ്റെ ഈസി ഷിപ്പ് അല്ലെങ്കിൽ അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് വന്നത് പിക്ക് ചെയ്ത് ഷിപ്പ് ചെയ്യുന്ന രീതി, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് സൗകര്യപ്പെടുന്ന ഒരു സർവീസിൽ കൊറിയർ സർവീസിൽ പോയിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അതുവഴി പ്രൊഡക്റ്റ് അയക്കുന്ന രീതി. അപ്പോൾ ഇങ്ങനെ രണ്ട് രീതികളുണ്ട്. ഫുൾഫിൽ ബൈ മെർച്ചൻ്റ് എന്നാണ് ആ ഒരു ടൈപ്പ് ഓഫ് ഡീലിങ്ങിനെ പറയുന്നത്. FBA എന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോൺ തന്നെ ആമസോണിൻ്റെ വെയർ ഹൗസിൽ പ്രൊഡക്ട്സ് സ്റ്റോർ ചെയ്ത് പിക്ക് ചെയ്ത് പാക്ക് ചെയ്ത് ഷിപ്പ് ചെയ്യുന്ന രീതിയാണ്. അതായത് ആമസോൺ FBAയിൽ നിങ്ങൾക്ക് ഓർഡേഴ്സ് വരുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ വെയർ ഹൗസിൽ നിങ്ങളുടെ പ്രൊഡക്ട്സ് നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ എത്ര യൂണിറ്റാണ് സ്റ്റോർ ചെയ്യേണ്ടതെന്നെല്ലാം നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങളുടെ ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്ട്സ് എത്രമാത്രം അവരുടെ വെയർ ഹൗസിൽ സ്പേസ് കൺസ്യൂം ചെയ്യുന്നതിനുള്ളതിനെ അനുസരിച്ചിട്ടായിരിക്കും ആദ്യം നിങ്ങൾക്ക് വരുന്ന ഫീസ് വരുന്നത്. അതിനുശേഷം ഓരോ ഓർഡേഴ്സിന് ഇത്ര % റെഫറൽ ഫീ, ഇത്ര പിക്ക് ആൻഡ് പാക്ക് ഫീ, അങ്ങനെ രീതിയിലാണ് നിങ്ങൾക്ക് ചാർജ് ചെയ്യപ്പെടുന്നത്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചിത്രം നിങ്ങൾക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആമസോൺ FBA വഴി ക്യാഷ് ഉണ്ടാക്കാനായിട്ട് ആഗ്രഹമുണ്ട്. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത് നിങ്ങൾ ആമസോണിൽ ഡിമാൻഡുള്ള പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് നിങ്ങൾ ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ അത് മാനുഫാക്ചർ ചെയ്യുന്ന സപ്ലയേഴ്സിനെ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ പ്രൊഡക്റ്റ് സോഴ്സ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ സോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ആമസോണിൻ്റെ ഫുൾഫിൽമെൻറ്റ് സെൻറ്റേഴ്സിലേക്ക് അയക്കാം, അതായത് ആമസോണിൻ്റെ വെയർ ഹൗസിലേക്ക് അയക്കാം. അതിനുശേഷം ഓർഡേഴ്സ് വരുന്നത് ആമസോൺ തന്നെ പിക്ക് ചെയ്ത് പാക്ക് ചെയ്ത് ഫുൾഫിൽ ചെയ്യും. അപ്പോൾ ജസ്റ്റ് ആ ഒരു പ്രൊഡക്ട്സ് നിങ്ങൾ ആമസോണിൻ്റെ വെയർ ഹൗസിലേക്ക് അയച്ചു കഴിഞ്ഞാൽ ഓർഡേഴ്സ് വരുന്നതും കാര്യങ്ങളും എല്ലാം ആമസോൺ തന്നെയാണ് മാനേജ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് കറക്റ്റ് സമയത്ത് ആമസോണിൻ്റെ കമ്മീഷൻസും ബാക്കിയുള്ള ഫീസെല്ലാം പോയതിന് ശേഷം ബാക്കി വരുന്ന റവന്യൂ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കും. അപ്പോൾ ആമസോൺ FBA ചെയ്യാൻ താല്പര്യമുള്ളവർക്കുള്ള ഒരു മിനി ട്യൂട്ടോറിയലാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് ആമസോൺ സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ആമസോൺ സെല്ലർ അക്കൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ലോഗിൻ ചെയ്യുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സൈനപ്പ് ചെയ്യുക. ആമസോൺ സെല്ലർ സെൻറ്ററിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അക്കൗണ്ടിന് വേണ്ടി സൈനപ്പ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസ്, GST നമ്പർ, പാൻ കാർഡ് ഡീറ്റെയിൽസ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാമാണ് ബേസിക്കായിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ വരുന്നത്. അതിനുശേഷം അവരുടെ ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ആമസോണിൽ സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നിങ്ങൾക്കൊരു FBA അക്കൗണ്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനായിട്ട് സെല്ലർ സെൻട്രലിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് ഒന്ന് ലോഗിൻ ചെയ്യുക. അതിനുശേഷം FBA സെക്ഷനിൽ വന്നിട്ട് നിങ്ങളുടെ നിയർ ബൈ ആയിട്ടുള്ള FBA സെൻറ്റേഴ്സ് ഏതാണെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ നിലവിലത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ FBA സെൻറ്റേഴ്സ് ഒന്നും തന്നെയില്ല. അതിന് പകരമുള്ള ഒരു ഓപ്ഷനാണ് MSF അല്ലെങ്കിൽ മൾട്ടി സെല്ലർ ഫ്ലെക്സ് എന്ന് പറയുന്നത്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആമസോൺ FBA എല്ലാം ആമസോൺ തന്നെ ഡയറക്റ്റ് മാനേജ് ചെയ്യുന്നതാണ്. പക്ഷേ MSF എന്ന് പറയുന്നത് തേർഡ് പാർട്ടി വെയർ ഹൗസസ് ആണ്. ആമസോൺ FBAൻ്റെ അതേ ബെനിഫിറ്റ്സോട് കൂടിയിട്ട് നിങ്ങൾക്ക് സെല് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് MSF എന്ന് പറയുന്നത്. നിങ്ങൾക്ക് FBA ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് സ്റ്റേറ്റിലാണോ നിങ്ങളുടെ FBA വെയർ ഹൗസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ സ്റ്റേറ്റിലെ GST നിങ്ങൾക്ക് വേണമെന്ന് നിർബന്ധമുണ്ട്. അതായത് ഒരു എക്സാമ്പിൾ പറയാം. ഞാനിപ്പോൾ കേരളത്തിലുള്ള ഒരു സെല്ലറാണെന്ന് വിചാരിക്കാം. അപ്പോൾ കേരളത്തിൽ ഇരുന്നുകൊണ്ട് എനിക്ക് FBA വഴി സെല് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഇല്ല, കാരണം ആമസോണിൻ്റെ വെയർ ഹൗസ് കേരളത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി തമിഴ്നാട്ടിലും അതുപോലെ തന്നെ കർണാടകയിലും വെയർ ഹൗസസ് ഉണ്ട് FBAയുടെ തന്നെ. അപ്പോൾ എനിക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നല്ലെങ്കിൽ തമിഴ്നാട്ടിലുള്ള GST എടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ കർണാടകത്തിലെ GST എടുക്കാം. അപ്പോൾ ഏത് സ്റ്റേറ്റിലെ വെയർ ഹൗസിലാണോ നിങ്ങൾക്ക് പ്രൊഡക്ട്സ് സ്റ്റോർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ സ്റ്റേറ്റിലെ തന്നെ GST നിങ്ങൾക്ക് വേണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ അതേ സ്റ്റേറ്റിലെ GST എടുത്തതിന് ശേഷം നമുക്ക് FBAക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ സെല്ലർ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തതിന് ശേഷം. ഇനി അതുപോലെ തന്നെയുള്ളൊരു കാര്യമാണ്, മേ ബി കർണാടകയിൽ തന്നെ ഒന്നിൽ കൂടുതലായിട്ട് ആമസോണിൻ്റെ വെയർ ഹൗസസ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതിനകത്ത് ഏതിലാണോ നിങ്ങൾക്ക് സെല് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ വെയർ ഹൗസിന് ഒരു കോഡ് അവർ നൽകിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ കോഡ് എടുത്തിട്ട് അതേ കോഡ് നൽകി അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളുടെ GSTയിൽ നിങ്ങൾ അഡീഷണൽ പ്ലേസ് ഓഫ് ബിസിനസ് ആയിട്ട് ഏത് വെയർ ഹൗസാണോ നിങ്ങൾ സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ ആ ഒരു വെയർ ഹൗസിൻ്റെ അഡ്രസ്സ് ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അഡ്രസ്സ് മാത്രമല്ല ഇവരുടെ നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ ഇതിന് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലാണ് അഡീഷണൽ പ്ലേസ് ഓഫ് ബിസിനസ് ആയിട്ട് നിങ്ങളുടെ GSTയിൽ ഈ ഒരു വെയർ ഹൗസിൻ്റെ ഡീറ്റെയിൽസ് കൂടെ ആഡ് ആവുക. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ആമസോണിൻ്റെ FBA അക്കൗണ്ട് സെറ്റപ്പ് കംപ്ലീറ്റ് ആയി എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ.
അപ്പോൾ ഇത് സക്സസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് നിങ്ങളുടെ പ്രൊഡക്ട്സ് ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്ട്സ് ഓൾറെഡി ആമസോണിൽ ലിസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്രൊഡക്ട്സ് ജസ്റ്റ് ആമസോണിൻ്റെ വെയർ ഹൗസിലേക്ക് മൂവ് ചെയ്യുന്ന രീതിയിലുള്ള മറ്റ് സ്റ്റെപ്സ് എടുത്താൽ മതിയാവും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ പുതുതായിട്ട് തന്നെ നിങ്ങൾക്ക് ലിസ്റ്റിംഗ് ചെയ്യാം. പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഫുൾഫിൽമെൻറ്റ് ഓപ്ഷനിൽ ഫുൾഫിൽ ബൈ ആമസോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്കൊരു FBA ഇൻവെൻട്രി ആയിട്ട് മാറ്റാനായിട്ട്, ഒരു FBA ലിസ്റ്റിംഗ് ആയിട്ട് മാറ്റാനായിട്ട് സാധിക്കും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഡക്ട്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. അതായത് ലിസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നിങ്ങൾ ഈ ഒരു വെയർ ഹൗസിലേക്ക് പ്രൊഡക്ട്സ് അയക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ആ ഒരു ലിസ്റ്റിംഗ് FBA ഇൻവെൻട്രി ആയിട്ട് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലേബിൾസ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ലേബിൾസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ബേസിക്കലി ഈസി ഷിപ്പിൻ്റെ ബാർകോഡ്സ് പോലെയുള്ള ഒരു ലേബിളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ അത് പ്രിൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പ്രൊഡക്ട്സിൻ്റെ മുകളിൽ നിങ്ങളത് ലേബിൾ ചെയ്യണം. എന്നിട്ട് അത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ആമസോണിൻ്റെ വെയർ ഹൗസിലേക്ക് നിങ്ങൾക്കത് അയക്കാം. ഇത് നിങ്ങൾക്ക് ഈസി ഷിപ്പായിട്ട് അയക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ സെൽഫ് ഷിപ്പായിട്ടും അയക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രൊഡക്ട്സിൻ്റെ കാറ്റഗറി അനുസരിച്ചിട്ട് ഏതെങ്കിലും പെർട്ടിക്കുലർ ടൈപ്പിലായിരിക്കണം നിങ്ങളുടെ പ്രൊഡക്ട്സ് നിങ്ങൾ പാക്ക് ചെയ്യേണ്ടത് എന്ന് ആമസോൺ പ്രത്യേകം പറയുന്നുണ്ടെങ്കിൽ അതത് രീതിയിലായിരിക്കണം നിങ്ങൾ അത് പാക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഷിപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഷിപ്പിംഗ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളൊരു ലിസ്റ്റിംഗ് അത് FBA ഇൻവെൻട്രി ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഷിപ്പിംഗ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനകത്ത് ഏതൊക്കെ പ്രൊഡക്ട്സാണ് നിങ്ങളൊരു പെർട്ടിക്കുലർ കാർട്ടൂണിൽ അയക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ അതിൻ്റെ ക്വാണ്ടിറ്റി, ഏത് ഷിപ്പിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങളത് അയക്കുന്നതെന്ന് വെച്ചാൽ അതും സെലക്ട് ചെയ്യുക. ഈസി ഷിപ്പാണോ സെൽഫ് ഷിപ്പാണോ എന്നുള്ളത്. അതിനുശേഷം നിങ്ങൾക്കത് പാക്ക് ചെയ്തിട്ട് ഈ ഷിപ്പിംഗ് പ്ലാനിന് അക്കോർഡിംഗ്ലി സെൻഡ് ചെയ്യാവുന്നതാണ് ആമസോണിൻ്റെ ഫുൾഫിൽമെൻറ്റ് സെൻറ്റേഴ്സിലേക്ക്. അടുത്ത കാര്യം വരുന്നത് നിങ്ങളുടെ ഇൻവെൻട്രി മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പ്രൊഡക്ട്സ് എല്ലാം വെയർ ഹൗസ് റിസീവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ FBA ഇൻവെൻട്രിയിൽ അത് റിഫ്ലക്റ്റ് ആവുന്നതാണ്. ആ സ്റ്റോക്ക് എത്രയാണ് ഓരോ ലിസ്റ്റിങ്ങിനും നേരെയുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ അയച്ച അതേ ക്വാണ്ടിറ്റി തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ലേ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. നിങ്ങളുടെ ഷിപ്മെൻറ്റ്സ് ട്രാക്ക് ചെയ്യുക, അത് എത്തിയോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. പിന്നെ മാത്രമല്ല നിങ്ങളുടെ ഇൻവെൻട്രി ലെവൽസ് റെഗുലർലി നിങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഓർഡേഴ്സ് വന്നിട്ട് അത് എക്സോസ്റ്റ് ആവുന്നുണ്ട് ഇൻവെൻട്രി ലെവലിൽ നിന്നുണ്ടെങ്കിൽ അതത് സമയത്ത് തന്നെ അത് റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്നതിന് മുമ്പ് തന്നെ റീസ്റ്റോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും സെയിൽസ് പോകുന്നത് ഒഴിവാക്കാം. അടുത്ത സ്റ്റെപ്പാണ് നിങ്ങളുടെ സെയിൽസും പെർഫോമൻസും റെഗുലർലി നിങ്ങൾ മോണിറ്റർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങളുടെ സെയിൽസ് ഡാഷ്ബോർഡ് നിങ്ങൾക്ക് റെഗുലറായിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള നിങ്ങളുടെ പ്രൊഡക്ട്സ് ഏതൊക്കെയാണെന്നുള്ളതും കസ്റ്റമറിൻ്റെ റിവ്യൂസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതും ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ കസ്റ്റമർ സർവീസ്, ആമസോണാണ് കസ്റ്റമർ സർവീസ് ആമസോൺ FBA മുഖാന്തരം സെല്ല് ചെയ്യുന്ന സെല്ലേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അവരാണ് അതിൻ്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നത്. അപ്പോൾ കസ്റ്റമർ സർവീസ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാം. അതുപോലെ തന്നെ FBA പ്രൊഡക്ട്സിന് റിട്ടേൺസ് വരുന്നത് എങ്ങനെയാണ് അവർ മാനേജ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഫീഡ്ബാക്സ് ഒക്കെ കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത് എന്താണെന്നുള്ളത് അറിയാനായിട്ട് നിങ്ങൾക്കിത് മോണിറ്റർ ചെയ്യാവുന്നതാണ്. ഇനി ആമസോൺ FBA വഴി സെല്ല് ചെയ്യുന്ന സെല്ലേഴ്സിനുള്ള കുറച്ച് സക്സസ് ടിപ്സാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ വരുന്നത് ലിസ്റ്റിങ്സ് എല്ലാം നിങ്ങൾ മാക്സിമം ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനായിട്ട് ഹൈ ക്വാളിറ്റിയിലുള്ള ഇമേജസ് നിങ്ങൾക്ക് ലിസ്റ്റിങ്സിൽ പ്രൊവൈഡ് ചെയ്യാം. മാത്രമല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസും കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പ്രൊഡക്ട്സിൻ്റെ പ്രൈസ് കോമ്പറ്റീറ്റീവായിട്ട് നിൽക്കാനായിട്ടും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആമസോണിൻ്റെ തന്നെ അഡ്വർടൈസിങ് സർവീസസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വിസിബിലിറ്റീസ് നിങ്ങളുടെ പ്രൊഡക്ട്സിനും ലിസ്റ്റിങ്സിനും കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ സെയിൽസ് വർദ്ധിപ്പിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ എപ്പോഴും ആമസോണിൻ്റെ പോളിസി പ്രകാരമുള്ള ഗൈഡ് ലൈൻസ് പ്രകാരമുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ ആമസോണിൻ്റെ സൈഡിൽ നിന്നുള്ള പെനാൽറ്റീസ് അവോയ്ഡ് ചെയ്യാനും അക്കൗണ്ട് നിങ്ങളുടെ സെല്ലർ അക്കൗണ്ട് അവർ സസ്പെൻഡ് ചെയ്ത് കളയാനായിട്ടുള്ള ചാൻസസ് കുറയ്ക്കാനും നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആവുള്ളൂ. ആമസോൺ FBA കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാവുന്നതാണ്.